താങ്കളൊരു കറതീർന്ന ശബരിമല അയ്യപ്പ ഭക്തനാണ് അല്ലേ? അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ശില്പി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് അവിടുത്തെ പല ശില്പങ്ങളും ഉണ്ടാക്കിയതിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ താങ്കൾക്കോ ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. ഒരു 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 ശബരിമല ഭക്തൻ എന്നുള്ള നിലയിൽ താങ്കൾ ഈ ശബരിമല കൊള്ളയെ കാണുന്നത് എങ്ങനെയാണ്? ഇത് അയ്യപ്പൻ തന്നെയാണ് ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നത്. ഇപ്പൊ കൊള്ളയല്ല നടന്നത്. ഇപ്പൊ നടന്ന കലാകാലങ്ങളിൽ കുറെ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരുന്ന കുറെ കൊള്ളകളിലെ അയ്യപ്പൻ നിർത്താൻ തീരുമാനിച്ചു. മതി, നീയൊക്കെ പരിപാടി നിർത്തിക്കൂ, ഞാൻ പൊളിച്ചെടുക്കാൻ പോവാ എന്ന് പറഞ്ഞ അയ്യപ്പൻ അമ്പെടുത്ത് അങ്ങോട്ട് വിട്ടു. അതിപ്പോ പോയി ഓരോടത്തും കൊള്ളുകയാണ്. അതിന്റെ യഥാർത്ഥ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തര നക്ഷത്രത്തിലാണ് ഈ തന്ത്രി കയറുന്നത്. ഈ പറഞ്ഞ മകരം ഉത്തര നക്ഷത്രത്തിൽ. ഈ മകരം ഉത്തര നക്ഷത്രം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ആറാട്ട് നടന്നുകൊണ്ടിരുന്ന ദിവസമായിരുന്നു. ആ ദിവസമായിരുന്നു ശബരിമല ക്ഷേത്രത്തിൽ ആറാട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ആദ്യം ഒരു പൊളിച്ചെടുക്കി എടുത്തങ്ങോട്ട് മാറ്റി വെച്ചു വേറൊരു മാസത്തിലേക്ക്. അപ്പം ആ ഒരു അയ്യപ്പൻ്റെ ആറാട്ട് പോലും ആ വിശ്വാസവുമായിട്ടും അവിടെ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റും. ദേവപ്രശ്നം നടത്തുന്നു, ഒരു കാര്യം മാറ്റുന്നു, അവരുടെ ഇഷ്ടത്തിന് മാറ്റുന്നു. കൊടിമരം ഒരു ദേവപ്രശ്നം നടക്കുന്നു, ചെതലിരിക്കുന്നു പറയുന്നു, മാറ്റുന്നു. കട്ടള ഇളക്കി കൊണ്ടുപോകാൻ പറയുന്നു, ചെയ്യുന്നു. വാതിൽ ഇളക്കിക്കൊള്ളാൻ പറയുന്നു, ചെയ്യുന്നു. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവർ കലാകാലങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറയുകയാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുവാണ്. ഇതിനകത്തെല്ലാം കൊള്ളയുണ്ട്. എല്ലാത്തിനകത്തും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സാങ്കത്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം അയ്യപ്പൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ രണ്ട് തരം അഡ്മിനിസ്ട്രേഷനാണ്. ഒന്ന് ആചാരപരമായ അഡ്മിനിസ്ട്രേഷനുള്ള തന്ത്രി അല്ല അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ദേവസ്വം ബോർഡ്. പക്ഷേ ഇതിനെ രണ്ടിനെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. അവർ കറക്റ്റ് ഈ ദേവസ്വം ബോർഡിന് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ ഒരു സംവിധാനമുണ്ട്. പക്ഷേ അതിനകത്തൂടെ അല്ല പോകുന്നത്. കോൺട്രാക്ട്, ടെൻഡർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവിടുത്തെ നടക്കേണ്ടത്. ഇതൊരു ടെൻഡറും ഇല്ല, സ്പോൺസർ എന്നും പറഞ്ഞ ഒരു കേസിൽ കൂടെ വന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഈ നടത്തുന്നതിനകത്ത് യഥാർത്ഥത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് അവിടെ ഒരുപാട് കാര്യം. അപ്പം അത് അയ്യപ്പൻ നിർത്താൻ തീരുമാനിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അമാവാസി ദിവസമാണ് ഇവർ ഈ പാളി ഇളക്കുന്നത്. സെപ്റ്റംബർ 7 അമാവാസി ദിവസം അങ്ങോട്ട് അത് അമാവാസിയുടെ ഒരു ചന്ദ്രഗ്രഹണമാണ് അന്ന്. അപ്പോൾ ചന്ദ്രഗ്രഹണത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അന്ന് മാറ്റാൻ പാടില്ല. ഈ പറഞ്ഞ അമ്പലം അടച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. അന്നത്തെ ദിവസമാണ് ഇവർ ഇത് മാറ്റുന്നത്. അപ്പം അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് അയ്യപ്പൻ തീരുമാനിച്ചു ഇതങ്ങ് നിർത്തിയാക്കാം, ഈ പരിപാടി ഇനിയും വെളിയിലോട്ട് വേണ്ട മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കേസ് ഒന്നൊന്നായിട്ട് വരുന്നത്. ആദ്യം വെറും ദ്വാരപാലക പാളിയിലാണ് തുടങ്ങുന്നത്, പിന്നെ കട്ടളയിലോട്ട് വന്നു, പിന്നെ കഥയിലോട്ട് വന്നു, പിന്നെ ഇപ്പോൾ കൊടിമരത്തിലോട്ട് കയറുന്നു. പിന്നെ അല്ല ഇനിയിപ്പം ഒരുപാടുണ്ട്. അവിടെ മറ്റേ 18-ാം പടി മാറ്റിയിട്ടുണ്ട് 2015. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് 2009 താഴെക്കുടം മാറ്റിയിരിക്കുന്നത്. വിജയമല്യ ചെയ്ത താഴെക്കുടം അവരന്ന് മാറ്റിയിട്ടുണ്ട്, 2009 തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ മാളികപ്പുറത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ മേൽക്കൂര ചെയ്യുന്ന ആ ഒരു സംഭവം അന്നേരമാണ് തുടങ്ങുന്നത്. അന്നേരമാണ് ഇവർ ആദ്യമേ ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ പങ്കജ് ഭണ്ഡാരി, ഈ പറഞ്ഞ ഗോവർദ്ധൻ, ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യത്തെ അവിടുത്തെ കൊള്ള തുടങ്ങുന്നത് 2009. അപ്പോൾ കാലാകാലങ്ങളിൽ അയ്യപ്പ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട കൊള്ളകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ ഈ പറഞ്ഞ ഈ തന്ത്രി കുടുംബം അല്ലെങ്കിൽ അവിടുത്തെ ആചാര രീതി, അരിജ്ഞ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ അനുവാദമില്ലാതെ നടക്കത്തില്ല. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കാരോ വിചാരിച്ചാൽ അവിടുത്തെ ഒരു സ്ഥാനത്തിനകത്ത് അങ്ങനെ കയറാൻ പറ്റില്ല. ഇവരുടെയും കൂടെ ആ ഒരു ഒത്താശയോടെ മാത്രം അനുവാദം കൂടി എല്ലാത്തിനും അനുജ്ഞ വേണം. മാത്രമല്ല ഇത് മൊത്തം തുറക്കുന്ന അവർ കണ്ടോണ്ടേ പറ്റൂ. ഇത് അവരവിടെ സാന്നിധ്യം വേണം. ഇപ്പോൾ സാർപ്പിയുടെ എന്നെ കാണുന്ന പോലെ തന്നെ തന്ത്രി അവിടെ കണ്ടുകൊണ്ട് നിൽക്കണം ഇത് ഇളക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.